ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതുപുതൻ വീഡിയോയിൽ സ്വാഗതം. ഞാൻ മാധവൻ. നിങ്ങൾ കാണുന്ന പുട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന ചാനലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് GTA 4 എന്ന് പറയുന്ന ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു ഗെയിം നമ്മുടെ ഫോണിൽ, ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഫോണിൽ കിട്ടുന്നതാണ്. GTA 5 ഒക്കെ നമുക്ക് ഒരിക്കലും ഇപ്പം എന്തായാലും ഫോണിൽ കിട്ടത്തില്ല. ഈ GTA 4ഉം റിയൽ ഗെയിം അല്ല. നമ്മുടെ ഈ ട്രൈനിറ്റിയോ എന്തോ GTA ഒരു പുതിയൊരു സീരീസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ ടെക്നോഫ്ലിപ്പിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ആ ഒരു ലിങ്ക് വെച്ച് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോയി ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ടെക്നോഫ്ലിപ്പിൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇത് അത്ര വലിയ ഗ്രാഫിക്സോ അല്ലെങ്കിൽ GTA 4ൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു 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 ചെറിയൊരു ഭാഗം മാത്രമേ ഇതിനകത്തുള്ളൂ. അതും നമ്മുടെ ഈ ഒരു ചെറിയ ഫോണിനകത്ത് അത് കളിക്കാൻ പറ്റുക, നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അവർ ജസ്റ്റ് ഒന്ന് തന്നിരിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിത് കാണിച്ചു തരാം. GTA 4 നിങ്ങൾക്കിവിടെ ഞാൻ ഈ സൈഡിലായിട്ട് എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും. GTA 4 അപ്പോൾ നമ്മൾ മൊബൈലിൽ കളിക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഫാൻ മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സോ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ നമ്മുടെ ഗെയിം ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ടെക്നോഫ്ലിപ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് റഷ്യൻ ഭാഷ എങ്ങാണ്ടാണ്. സോ നമുക്കത് മനസ്സിലാകത്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് റോക്സ്റ്റർ ഗെയിംസ് എന്ന് നമുക്ക് കാണാം. സോ നമ്മളിപ്പോൾ ഒരു ഫാൻ മെയ്ഡ് ആയിട്ടൊരു സംഭവം ഉണ്ടാക്കുവാണെങ്കിൽ റിയൽ ബ്രാൻഡിങ് കൊടുത്തിട്ടേ അതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ ഫാൻ മെയ്ഡ് ആയിട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. ഓക്കെ, നമ്മുടെ GTA 4ൻ്റെ കറക്റ്റ് ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതുവരെയും കാണാം. സോ ഇവിടെ റോക്ക് സ്റ്റാർ പിന്നെ യൂട്യൂബിൻ്റെ ആ ഒരു സൈനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലേ നിൽക്കുവാണ്. അപ്പോൾ വീണ്ടും ആ ഒരു ടൂൺ വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു GTA 4ൻ്റെ കറക്റ്റ് ഫുൾ ഗെയിമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാതി ഭാഗം പോലും ഇല്ല. നമുക്ക് ആ ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യാം. പിന്നെ നമുക്ക് പുറത്ത് കാറൊക്കെ ആയിട്ട് നോക്കി കളിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് നമുക്കിതിനകത്ത് ഈ ഒരു ഗെയിമിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കാം. അതിനല്ലാതെ വേറൊരു സംഭവം നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അതെങ്ങനായിരിക്കും കളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ പോലെ നമുക്കിത് കളിച്ച് നോക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഫയൽ സൈസ് കണ്ടപ്പോൾ എൻ്റെ കിളി പാറി. ആ ഒരു ഫയൽ സൈസിൻ്റെ ഉള്ള ഗെയിം പ്ലേ ഇതിനകത്തില്ല. 629 MB ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ ഞാനിപ്പോൾ ഗെയിം പ്ലേ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ലോ എൻഡ് PC ആയതുകൊണ്ട് തന്നെ കുറച്ച് ലാഗ് കാണും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡെവലപ്ഡ് ബൈ മാക്സൽ 47. അപ്പോൾ ഈ മാക്സൽ 47 എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം. നമുക്ക് ഇതിന് താഴോട്ട് പോയിട്ട് പുറത്തോട്ട് ഇറങ്ങി കാണിക്കാം. ഞാൻ നിങ്ങൾക്കിവിടെ കാണാം. ഇതാണ് നമ്മുടെ GTA 5. നിങ്ങൾക്കിവിടെ കാണാം. GTA 5 പോട്ടെ, ഞാൻ എന്തുവായി പറയുന്നത്. GTA 4, നമ്മുടെ GTA 4 മൊബൈലിൽ നിങ്ങൾക്കിവിടെ കാണാം. GTA 4 ആണ്. GTA 5 ഒന്നും നമുക്ക് എന്തായാലും ഈ ഒരു സമയത്തോ അല്ലെങ്കിൽ അടുത്തൊന്നും കിട്ടത്തുമില്ല. ഇപ്പോൾ GTA 6 ഇറങ്ങുന്നുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ നമുക്കത് കളിക്കാനുള്ള ഭാഗ്യം കാണും. ഇപ്പോൾ വേണ്ട നമുക്ക് വണ്ടി ഓടിക്കാം. നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിങ്ങനെ വണ്ടി ഓടിക്കാവുന്നതാണ്. ഈ വണ്ടി ഓടിക്കുന്നതൊക്കെ അതൊന്നും കറക്റ്റായിട്ടല്ല എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങൾക്കിവിടെ റോഡ് നോക്കിയാൽ തന്നെ കാണാം, അവിടെ ട്രാഫിക് ഇല്ല. സോ അതിൻ്റെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്.
അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്തെന്ന് പറയുമ്പോൾ ഈ മാപ്പും ചെറുതാണ്. ആ ഒരു നമ്മുടെ നിൽക്കുന്ന ആ ഒരു ഏരിയയുടെ മാപ്പേ ഇതിനകത്തുള്ളൂ. പിന്നെ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ ഗ്രാഫിക്സ് നല്ല ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ അവർ ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ഗ്രാഫിക്സ് നല്ല രീതിയിലാണ് അവർ ട്രൈ ചെയ്തിട്ടുള്ളത്. താണ്ടൊരു വണ്ടി പോകുന്നു, അവിടെ ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്. അവർ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ദാണ്ട ആ വണ്ടി പോകുന്നു. അപ്പോൾ അവർ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം കൂടുതലായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി അവർ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. കൂടുതലായിട്ട് സംഭവങ്ങളൊന്നുമില്ല. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ GTA 4 ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരവസരം നിങ്ങൾക്കിവിടെ കാണാം. സോ ഇത് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ടെക്നോ ഫ്ലിപ്പിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ കണ്ടൻറ് എടുത്തിരിക്കുന്നത്. ടെക്നോ ഫ്ലിപ്പ് ആ ഒരു വീഡിയോ ഇട്ട് ഞാൻ കണ്ടതും കൊണ്ട് ഞാനും ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് എൻ്റേതായ ഒരു രീതിയിൽ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഈ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വയ്ക്കുക. സോ അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ.